കഴിഞ്ഞയാഴ്ച എനിക്ക് 2025 കേരള ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഈ സമ്മേളനം വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയൺ സംഘടിപ്പിച്ചതാണ്. വ്യവസായികൾ, നിക്ഷേപകർ, ചിന്തകർ, സംരംഭകർ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സന്തോഷകരമായ സംഘം. അവിടെ നടന്ന ചർച്ചകളിൽ 3 പ്രധാന വിഷയങ്ങൾ എന്നെ ആകർഷിച്ചു. ഒന്ന്, കേരളത്തിലെ വളരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. 2, കേരളത്തിൽ നിന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളുടെ ഇന്ത്യയിൽ ഉള്ള വളർച്ചയും ആഗോളകരവുമായ വിജയകഥകൾ. 3, വിവിധ മേഖലകളിലേക്കുള്ള നിക്ഷേപക അവസരങ്ങൾ. ഈ സമ്മിറ്റിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു, നമുക്ക് ഇന്ന് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം എന്ന്. എന്താണ് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ്? ഒരു ബിസിനസ് തുടങ്ങുന്നതിലധികം ഒത്തിരി അർത്ഥങ്ങൾ ഈ വാക്കിനുണ്ട്. ഒരു സംരംഭകൻ അവസരങ്ങൾ തിരിച്ചറിയുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മൂല്യം വർദ്ധിപ്പിക്കുന്നു. സംരംഭകർ ശരിക്കും മാറ്റം സൃഷ്ടിക്കുന്നവരാണ്. അവർ നവീകരണത്തിന് വഴിയൊരുക്കുന്നു, തൊഴിലുകൾ സൃഷ്ടിക്കുന്നു, സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. കേരളത്തിൽ പൊതുവെ സംരംഭങ്ങൾ തുടങ്ങാൻ ആൾക്കാർക്ക് മടിയാണ്. ഇത് മാറ്റാനായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. 1, മൂലധന ലഭ്യത. ബാങ്കുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്, സർക്കാർ പദ്ധതികൾ എന്നിവ മൂലധനം ലഭ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട്. 2, സർക്കാർ നയങ്ങളും പിന്തുണയും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവ പോലുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തും രാജ്യവ്യാപകമായും പ്രോത്സാഹനങ്ങൾ നൽകുന്നതിൽ വളരെ നല്ല കൺട്രിബ്യൂഷൻ നടത്തുന്നു. ഇത് സംരംഭകർക്ക് വളരെ നല്ല പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നു. 3, വിദ്യാഭ്യാസവും കഴിവ് വികസനവും. സാങ്കേതിക അറിവും നേതൃപാഠവും ആശയവിനിമയ കഴിവുകളും സംരംഭകരെ ശക്തിപ്പെടുത്തും. 4, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. റിസ്ക് എടുക്കാനും പരാജയം സ്വീകരിക്കാനും തയ്യാറായ സമൂഹങ്ങൾ നവീകരണത്തിന് വഴിയൊഴുക്കുന്നു. കുടുംബം, സമൂഹം, സുഹൃത്തുക്കൾ എന്നിവർ സംരംഭകരുടെ യാത്രയിൽ വളരെ പിന്തുണ നൽകുന്നു. 5-മതായിട്ട് പറയാനുള്ളത് സാങ്കേതിക പുരോഗതിയാണ്. ഡിജിറ്റലായിട്ടുള്ള ടൂൾസ്, ഓട്ടോമേഷൻ, ആഗോള വിപണിയിൽ എത്തിച്ചേരാനുള്ള ടെക് സഹായങ്ങൾ, ടെക്നോളജിയുടെ ഓവറോൾ ഉപയോഗം എന്നിവ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. 6-മതായി നമുക്ക് സംസാരിക്കേണ്ടത് പേഴ്സണൽ ക്വാളിറ്റീസ് ഓർ വ്യക്തിഗത ഗുണങ്ങളെക്കുറിച്ചാണ്. വിഷൻ അഥവാ ദർശനം, ആവേശം അല്ലെങ്കിൽ ഉത്സാഹം, പ്രതിരോധശേഷി, മാറ്റങ്ങൾ മനസ്സിലാക്കാനും അതിനോട് വേഗം പൊരുത്തപ്പെടാനുമുള്ള കഴിവ് എന്നിവ വിജയകരമായ സംരംഭകരുടെ മുഖ്യ ഗുണങ്ങളാണ്. എന്താണ് ഒരു സംരംഭകനാകാൻ നമുക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ? നിങ്ങൾ ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 8 ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. 1, മൈൻഡ് സെറ്റ് അഥവാ മനസ്ഥിതി. പരിസ്ഥിതിയെ കൗതുകത്തോടെ കാണാൻ കഴിയുക, തിരിച്ചടികളെ നേരിടാനുള്ള ശക്തി, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കാൻ കഴിയുക എന്നുള്ളവ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 2, പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ്. എല്ലാ സംരംഭങ്ങളും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഒരു പുതിയ ബിസിനസ് ഐഡിയയോ ഒരു സംരംഭമോ വരുന്നത്. പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതും വളരെ പ്രധാനമാണ്. 3, പഠനവും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന്, മെൻറ്റർമാരിൽ നിന്ന്, നമ്മുടെ പരാജയങ്ങളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരുടെയോ ബാക്കിയുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് എല്ലാം പഠിക്കാൻ സാധിക്കും.
ഇതിൻ്റെ സഹായത്തോടെ നമുക്ക് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് കഴിവുകൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സമാനമായ ആശയമുള്ളവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുക, നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകളിൽ പങ്കെടുക്കുക, പുതിയ പുതിയ ട്രെൻഡുകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നിവയും വളരെ പ്രധാനമാണ്. അടുത്തത് എക്സിക്യൂഷൻ സ്കിൽസ് ആണ്. ആശയങ്ങൾ നമ്മുടെ മനസ്സിലോ പേപ്പറിലോ പോരാ, അവ നടപ്പിലാക്കാനുള്ള എക്സിക്യൂഷൻ സ്കിൽസ് വളരെ പ്രാധാന്യം അർഹിക്കും. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ അത് വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാക്കുകയും അത് ട്രൈ ചെയ്ത് നോക്കുകയും വളരെ പ്രധാനമാണ്. അടുത്തത് ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവ്, ബജറ്റിംഗ്, ക്യാഷ് ഫ്ലോ, ഫണ്ടിങ് എന്നിവയെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിജിറ്റൽ പ്രസൻസ് ആണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും വെബ്സൈറ്റിലൂടെയും നമ്മുടെ പ്രസൻസ് നമുക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ അറിയിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രസൻസിനോടൊപ്പം നമ്മുടെ സംരംഭത്തിൻ്റെ അറിവിനെയും നമുക്ക് സമൂഹത്തോട് പരിചയപ്പെടുത്താനും സമൂഹത്തിന് നമുക്ക് തരാനുള്ള ഫീഡ്ബാക്കുകൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഈ ടൂൾസ് നമ്മളെ സഹായിക്കും. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഘടകം പിന്തുണ എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ, സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സഹസ്ഥാപകരുണ്ടെങ്കിൽ അവരുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല പ്രശ്നങ്ങളും ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന തോൽവികൾ അല്ലെങ്കിൽ സെറ്റ് ബാക്കുകൾ ഇവയെല്ലാം അഭിമുഖീകരിക്കുന്നതിന് ഈ പിന്തുണ വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്. സംരംഭകത്വം അല്ലെങ്കിൽ എൻ്റർപ്രനർഷിപ്പ് ധൈര്യത്തിൻ്റെയും സൃഷ്ടിപരതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു യാത്രയാണ്. നിങ്ങൾ ഒരു സംരംഭകനോ നിക്ഷേപകനോ ആണെങ്കിൽ ഇത് പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു അവസരമായി കാണാം. പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി ഇത് മാറട്ടെ. നമുക്ക് ഭാവിയുടെ നിർമ്മിതിയിൽ പങ്കുചേരാം. ഇത് ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല ഒരു തുടക്കമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ധൈര്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.